ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ചസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ ഹെയർ കട്ടിംഗ് വീഡിയോ ആണ്. ഞാനും അച്ചു, അതായത് അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം, അച്ചു എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെട്ടത്താണെങ്കിൽ, അതായത് എൻ്റെ വീട്ടിലാണെങ്കിൽ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ വീട്ടിലേക്കാണ് വരാറ്. ഇത് ഞങ്ങൾക്ക് അറിയുന്ന ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ്റെ പേര് ഹോച്ചിമിൻ എന്നാണ്. അപ്പോൾ രണ്ടുപേരുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കും. രണ്ടുപേരെയും കൊണ്ട് ഷോപ്പിലേക്ക് പോകുന്നതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ഇതായതുകൊണ്ട് തന്നെ ചേട്ടൻ രാവിലെ തന്നെ എത്തിയിട്ട് രണ്ടുപേർക്കും ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരും ഫ്രഷ് ആവുന്നതിനേക്കാൾ മുന്നേ തന്നെ ചേട്ടൻ ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം മീനുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങി. വീട്ടിലത്തെ ചായ ബാക്കിയായി. അങ്ങനെ കഥയും പറച്ചിലൊക്കെ ആയിട്ട് മീനുവിൻ്റെ മുടിയൊക്കെ വെട്ടിക്കൊടുത്തു. ഒരു മാമാട്ടിക്കുട്ടി സ്റ്റൈൽ അല്ലെങ്കിൽ ഡോറ സ്റ്റൈലായിരുന്നു മീനുവിൻ്റെ ഹെയർ സ്റ്റൈലായിട്ട് വന്നിരുന്നത്. മീനുവിന് അവളുടെ ഹെയർ സ്റ്റൈൽ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം റിച്ചുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങി. മീനുവിൻ്റെ ഹെയർ കട്ടിങ് കണ്ട് റിച്ചുവിന് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഇതുപോലെ കട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ചെയറിൽ കയറി നിന്നിരുന്നത്. പുതിയ സ്റ്റൈലാക്കല്ലേ? പുതിയ സ്റ്റൈൽ നമുക്ക് ഇങ്ങനെ വരയോ അതിൽ കൂടി അല്ലൊക്കെ ചെയ്തോളെ. എപ്പോഴും വട്ടം തന്നെയല്ലേ? ഇനി അടുത്തത് വട്ടം. ഞാൻ സിറ്റൗട്ടിൽ വലിയ കൂളർ താഴെ വെച്ചിട്ട് അതിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് അതിൽ കണക്ഷൻ എന്താ സുഖമാണ്. പക്ഷെ 3 മണിക്കാകുമ്പോൾ ശരിക്ക് രണ്ട് ഭാഗത്തു നിന്നും കൂടെ തണുപ്പ് വന്നിട്ട് ആ ടൈം ആകുമ്പോൾ തണുപ്പ് നല്ല സുഖം വരും. കൂളറും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂളർ നല്ല തണുപ്പുണ്ടായിരിക്കില്ലേ? റൂമിൽ വെക്കാൻ പറ്റില്ല. കൂളർ റൂമിൽ വെച്ചാൽ ചിലപ്പോൾ ജലദോഷം പിടിക്കും. വെള്ളം നമ്മളെ ബാധിക്കില്ലല്ലോ. പുറത്തൊക്കെ വെക്കാനാണ് സുഖം അല്ലേ കൂളർ? ഹെയർ കട്ടിങ്ങിന് നിന്നും എടുത്തിട്ട് റിച്ച് ഓരോരോ കോപ്രായങ്ങളൊക്കെ കാട്ടുന്നുണ്ടായിരുന്നു. റിച്ചുവിന് ഹെയർ കട്ട് ചെയ്യുമ്പോൾ മീനുവിൻ്റെ പരിപാടി ഇതായിരുന്നു.
ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡയലോഗ് പ്രശ്നമില്ലല്ലോ. അമ്മ വിചാരിച്ചിട്ട് കുഴപ്പമില്ല. 2 ദിവസമൊക്കെ നിൽക്കണമെങ്കിലൊന്നും കുഴപ്പമില്ല. ഞങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നില്ലേ നോക്കി നിൽക്കരുത്. കാരണം അത്രയും മോശം നാടൻപാട്ട്. കുറച്ച് സമയം എടുത്തെങ്കിലും റിച്ചുവിൻ്റെ മീനുവിൻ്റെ ഹെയർ കട്ടിങ് നന്നായിട്ട് തന്നെ ചേട്ടൻ ചെയ്ത് കൊടുത്തു. ഏറ്റവും കൂടുതൽ ടൈം വന്നത് റിച്ചുവിനാണ്. അതിനുശേഷം അച്ചുവിൻ്റെ ഹെയറിൻ്റെ അടിഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അവൾ കുറച്ച് നാൾ മുന്നേ ഒറ്റയ്ക്ക് ലെയർ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് റൈറ്റ് സൈഡിലെ ഹെയർ ഒന്ന് കുറച്ച് കയറിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആക്കുമ്പോൾ ഒരുപാട് മുടി പോകുന്ന ചേട്ടൻ പറഞ്ഞു. കൊമ്പ് വെച്ച് ചെയ്കി പരമാവധി സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഹെയർ കട്ട് ചെയ്ത് കൊടുത്തു. 3 പേരുടെ ഹെയർ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ മുടിയാണിത്. ഒരുപാട് മുടി 3 പേർക്കുമായിട്ട് പോയി. മീനുവിൻ്റെ റിച്ചുവിൻ്റെ ഹെയർ കട്ടിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.